ടൈപ്പ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള വീഡിയോ ആണ്. നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കാൽപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ടൈപ്പ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള വീഡിയോ ആണ്. പല ടൈപ്പിലുള്ള ഹെയർ ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാകും. അപ്പം ഹെയർ ടൈപ്പ് ആദ്യം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഹെയർ കെയർ ചെയ്തിട്ടും യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അതുപോലെ എന്ത് പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയർ ടൈപ്പ് ആദ്യം തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഹെയർ ടൈപ്പ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗ് അടിപ്പിക്കുന്ന വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഹെയർ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്പ് ആണുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓയിലി ടൈപ്പാണ്. അതായത് ഓയിലി ഹെയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഒക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഈ ഓയിലി സ്കാൽപ്പായിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹെയർ വന്നിട്ട് എപ്പോഴും ഒരു ഓയിലി ആയിട്ടിരിക്കും. അതായത് നമുക്ക് പറയുമ്പോൾ ആ വേർഡിൽ തന്നെയുണ്ട് ഓയിലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ സ്കാൽപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും എപ്പോഴും ഒരു ഓയിലി ആയിട്ടിരിക്കും. നമ്മൾ എത്ര ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് നമ്മൾ ഡ്രൈ ആക്കി ഇട്ടാലും പെട്ടെന്ന് തന്നെ ഒരു ഓയിലി ആകും. നമ്മുടെ സ്കാൽപ്പ് ആണെങ്കിലും ഒക്കെ ഹെയർ ആണെങ്കിലും ഒക്കെ ഓയിലി ആകും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പം നമ്മളൊരു 2-3 ദിവസം നമുക്ക് എന്തെങ്കിലും ഫീവറോ അങ്ങനെ എന്തെങ്കിലും പനിയോ ജലദോഷം എന്തെങ്കിലും ആയിട്ട് നമ്മൾ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തില്ല എന്നിരിക്കട്ടെ, ഒരു 3-4 ദിവസം നമ്മൾ വാഷ് ചെയ്തിരുന്നാലും അവരുടെ ഹെയറിൽ വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ സ്കാൽപ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ടും ഓയിലി ആയിട്ട് തന്നെ ഇരിക്കും. ഒട്ടും തന്നെ ഡ്രൈ ഇപ്പം നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വന്നിട്ട് ഡ്രൈ ആവത്തില്ലേ. അപ്പോൾ ഈ ഓയിലി സ്കാൽപ്പായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓയിലി ഹെയർ ടൈപ്പിലുള്ള ആൾക്കാരുടെ വന്നിട്ട് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകത്തില്ല, അല്ലെങ്കിൽ കുളിക്കാത്ത പോലെ ഒന്നും ഇരിക്കത്തില്ല. അവരുടെ എപ്പോഴും എന്താണ് ഒരു ഓയിലി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് വേറെ രീതിക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഓയിലി സ്കാൽപ്പായിട്ടുള്ള ആൾക്കാരുടെ ഹെയർ വന്നിട്ട് നല്ല ഓളിയമുള്ള ഹെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ഹെയർ വന്നിട്ട് ഒട്ടും ഓളി ഇല്ലാത്ത പോലെ, അതായത് ഒട്ടും ഉള്ളില്ലാത്ത പോലെ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഓയിലി ആയതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല ഓളിയം ഉള്ള നല്ല തിക്കായിട്ടുള്ള ഉള്ളുള്ള ഹെയർ ആയിരിക്കും, മുടിയായിരിക്കും. പക്ഷെ അവരുടെ ഹെയറിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ എന്താ നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഉള്ളില്ലാത്ത പോലെ ഫീൽ ചെയ്യും കാണുന്നവർക്ക്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഇത് ഹെയർ വന്നിട്ട് നമ്മൾ മിററിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഓയിലി ആണോ അല്ലയോ എന്നുള്ളത്. ഈ ഒരു ടൈപ്പിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അടുത്തത് വന്നിട്ട് ഡ്രൈ സ്കാൽപ്പാണ്. ഡ്രൈ സ്കാൽപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രൈ ഉള്ള ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം നമ്മൾ ഓയിലി സ്കാൽപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിന് നേരെ ഓപ്പോസിറ്റാണ് ഡ്രൈ എന്ന് പറയുന്നത്. കാര്യം അവരുടെ ഹെയർ ടൈപ്പ് വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ സ്കാൽപ്പ് വന്നിട്ട് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. നമ്മൾ എത്ര ഓയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും അവരുടെ ഹെയർ ടൈപ്പ് എപ്പോഴും വന്നിട്ട് എന്താണ് ഡ്രൈ ആയിരിക്കും. പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ പൊടി പോലെ നമ്മുടെ താരനൊക്കെ ഇല്ലേ, പക്ഷെ അത് താരനായിരിക്കില്ല. താരനല്ലാതെ നമ്മുടെ സ്കാൽപ്പ് തന്നെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള ആൾക്കാരുടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്ര ഓയിലും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാണ്ടിരുന്നാൽ എത്ര കണ്ട് വേണമെങ്കിലും നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ സ്കാൽപ്പ് എപ്പോഴും എന്താണ് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഈ ഡ്രൈ സ്കാൽപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. ഭയങ്കരമായിട്ടും ഓയിലി സ്കാൽപ്പിലുള്ള ആൾക്കാർ വന്നിട്ട് ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം അത് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഓയിലി ആയിട്ട് മാറും. അപ്പോൾ നല്ല ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പിലുള്ള ആൾക്കാർ വന്നിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് വന്നിട്ട് കോമ്പിനേഷൻ ഹെയർ ടൈപ്പ് ആണ് അല്ലെങ്കിൽ സ്കാൽപ്പാണ്. കോമ്പിനേഷൻ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഓയിലി അതുപോലെ തന്നെ ഡ്രൈ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കാൽപ്പിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കാൽപ്പ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഹെയർ ടൈപ്പ് എന്നൊക്കെ പറയുന്നത്. അത് ഓയിലി ആയിരിക്കും, ചില ടൈമിൽ ഓയിലി ആയിരിക്കും, ചില ടൈമിൽ ഡ്രൈയും ആയിരിക്കും. അടുത്തത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സ്കാൽപ്പ് ടൈപ്പിലുള്ള ആൾക്കാരാണ്. നാച്ചുറൽ ഹെയർ ടൈപ്പിലുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഈ നാച്ചുറൽ ഹെയർ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹെയർ വന്നിട്ട് എപ്പോഴും ഭയങ്കര സ്മൂത്ത് ആൻഡ് ഷൈനി, എന്താ പറയുക, ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്പ് ആയിരിക്കും. എപ്പോഴും അവരുടെ ഹെയർ വന്നിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഭയങ്കര സിൽക്കി ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഒത്തിരി ഓയിലി അല്ല, ഡ്രൈയും അല്ല, ഒന്നും അല്ലാത്ത രീതിക്ക് ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഇപ്പം എൻ്റെ ഒരു ഹെയർ ടൈപ്പ് വന്നിട്ട് ഒരു നാച്ചുറൽ ഹെയർ ടൈപ്പിലുള്ള ആളാണ് ഞാൻ. കാര്യം എൻ്റെ ഒത്തിരി ഡ്രൈയും അല്ല ഓയിലി ഒന്നുമല്ല, ഒരു നാച്ചുറൽ ഹെയർ ടൈപ്പിലാണ്. എൻ്റെ ഹെയർ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു സ്മൂത്തൻ ചെയ്തൊരു എഫക്റ്റിലാണ് എൻ്റെ ഹെയർ കിടക്കാറ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു എഫക്റ്റിൽ കിടക്കുന്ന ഒരു സ്മൂത്ത് സിൽക്കി ആ ഒരു എഫക്റ്റിൽ കിടക്കുന്ന ആൾക്കാരുടെ
ഹെയർ ടൈപ്പ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഹെയർ ടൈപ്പാണ് ഈ പറഞ്ഞ നാച്ചുറൽ സ്കാൽപ്പ് ഹെയർ ടൈപ്പൊക്കെ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പിലുള്ളതാണ്. സെൻസിറ്റീവ് സ്കാൽപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതായത് ഭയങ്കര അലർജറ്റിക് ആയിരിക്കും അവരുടെ സ്കാൽപ്പ് വന്നിട്ട് അല്ലെങ്കിൽ ഹെയർ വന്നിട്ട്. ഇപ്പം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ്, ഏതൊരു ഷാമ്പു ആയിക്കോട്ടെ, ഏതൊരു പുതിയ ഓയിൽ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സാധനം നമ്മൾ യൂസ് ചെയ്താലും പെട്ടെന്ന് അവർക്ക് അലർജി ഉണ്ടാവും. എന്തെങ്കിലും ഇച്ച്നെസ്സോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സ്കാൽപ്പിലൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ കുരുക്കളോ അങ്ങനെയൊക്കെ വരികയും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ഒരുതരം അസ്വസ്ഥത നിറഞ്ഞ ചില ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുതരം ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ടും ഹെയർ ഫോൾസ്, ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾസ് അങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ കാര്യങ്ങൾ ഒക്കെയുള്ള ആൾക്കാരുടെയാണ് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെയർ ടൈപ്പ് അല്ലെങ്കിൽ സ്കാൽ ടൈപ്പ് എന്നൊക്കെ പറയുന്നത്. അവരെയാണ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിൽ പെടുന്ന ആൾക്കാരെയാണ് സെൻസിറ്റീവ് ടൈപ്പ് ഹെയർ ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ സ്കാൽ ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു എന്താ പറയുക, ഓയിലി, ഡ്രൈ, കോമ്പിനേഷൻ, നാച്ചുറൽ, പിന്നെ സെൻസിറ്റീവ്, ഈ 5 ടൈപ്പാണ് നമ്മുടെ ഹെയർ ടൈപ്പിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്നിട്ട് ഒന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഹെയർ ടൈപ്പ് അറിഞ്ഞിട്ട് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ആണെങ്കിലും ഷാമ്പു ആണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ ചൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വന്നിട്ട് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നിട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.